ഹായ് ഹലോ അസ്സലാമലൈക്കും വണക്കം നമസ്കാരം ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടിയുടെ നമ്മുടെ സ്കൂട്ടിയുടെ ഗിയർ ഓയിൽ ഫിൽറ്റർ, പിന്നെ നമ്മുടെ എൻജിൻ ഓയിൽ, ഇതൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കി വണ്ടി ഒന്ന് സെറ്റാക്കി എടുക്കണം ഗായ്സ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഗായ്സ്, നമ്മുടെ ആവശ്യമായ ടൂൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം വണ്ടിയുടെ ഗിയർ ഓയിൽ മാറ്റാം. ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. നമുക്ക് ആദ്യം ഇതൂരി ഗിയർ ഓയിൽ എടുത്തിടണം. ഇതൂരി പിന്നെ നമുക്ക് ഗിയർ ഓയിൽ ഒഴിക്കണം. ഗായ്സ്, ഇത് രണ്ടും നമുക്ക് ഊരണം. ടാസ്ക്. ഗായ്സ്, നമ്മുടെ വണ്ടിയുടെ ഗിയർ ഓയിലിൻ്റെ അവസ്ഥ ഭയങ്കര കറുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സ്ക്രൂ ഊരിയിട്ട് ഇതിനകത്തൂടെ ഗിയർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇത് മുറുക്കണം. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗിയർ ഓയിലെല്ലാം വീണ് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുവഴി ഗിയർ ഓയിൽ ഒഴിക്കാം. ഇത് ഇങ്ങനെ ഒഴിക്കുമ്പം നിറയുമ്പോൾ അത് തിരിച്ച് വരുന്നതാണ്. അപ്പോൾ നമുക്കത് ഒഴിപ്പ് നിർത്താം. ഗായ്സ്, ഇവിടെ ഭയങ്കര മഴയായിരിക്കണം ഗായ്സ്. അപ്പോൾ ഇവിടെ ഭയങ്കര മഴ കാരണം നമ്മുടെ വണ്ടിയുടെ പണിയൊന്നും നടന്നില്ല ഗായ്സ്. ഗിയർ ഓയിൽ മാത്രം മാറ്റാൻ പറ്റുള്ളൂ ഗായ്സ്. ഭയങ്കര സീനായിരുന്നു ഗായ്സ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ നിരാശനായിരിക്കുകയാണ് ഗായ്സ്. ഗിയർ ഓയിൽ മാത്രം മാറ്റാൻ പറ്റി. ഗിയർ ഓയിൽ ഭയങ്കര കടുത്ത് ഭയങ്കര കളറായിട്ടിരിക്കുമായിരുന്നു ഗായ്സ്. അതൊക്കെ നമ്മൾ മാറ്റിയിരിക്കുന്നു. അപ്പോൾ വണ്ടി ഇനി എയർ ഫിൽറ്റർ മാറ്റാറുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റാറുണ്ട്. എഞ്ചിൻ ഓയിലിൻ്റെ എഞ്ചിൻ ഫിൽറ്ററും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് തരുമോയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മഴ ഇപ്പോൾ തോരും എന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിങ്ങനെ ഇരുന്നു. പക്ഷെ മഴ തോന്നില്ല ഗായ്സ്, മഴ തോന്നില്ല. അപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ വന്നത്. മറ്റൊന്നുമല്ല ഐഡിയ, ഇതായിരുന്നു ഗൈസ്. അങ്ങനെ മഴ ഇപ്പോൾ തോരും എന്ന് വിചാരിച്ച് മഴ തോന്നില്ല. അങ്ങനെ ഇതും കഴിച്ചുകൊണ്ടെന്ന് വേണോ ഗൈസ്. അങ്ങനെ മഴയത്ത് പക്കാവടയിൽ നിന്ന് ഇങ്ങനെ ഇരിക്കാം അല്ലേ ഗൈസ്. അങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് വരുന്നു, ഞാനിങ്ങനെ പക്കാവട കഴിച്ചുകൊണ്ടിരുന്നു. ഒരു വൈബല്ലേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വ്ളോഗുമായി കാണുന്നത് ബൈ.